പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉത്രാടമാണ്. എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് ചുമ സ്റ്റാർട്ടായി ഗൈസ്. 2 ദിവസം മുന്നേ ആയിട്ട് തൊണ്ട ഇങ്ങനെ കാറുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ത്രോട്ട് ഇൻഫെക്ഷൻ വരാനായിരിക്കുമെന്ന്. അപ്പോൾ ചൂടുവെള്ളം കുടിച്ചാണ് ഇരിക്കുന്നത്. അപ്പം ഇന്ന് ഉത്രാടമായിട്ട് മോർണിംഗ് ആണ് സാധാരണ അമ്പലത്തിൽ പോകാനുള്ളത്. ഞാൻ മടി പിടിച്ചിരുന്നു. ഹസ്ബൻഡ് പക്ഷേ മോർണിംഗ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു പിന്നെ ഈവനിങ് ആക്കാമെന്ന്. ഈവനിങ് ദർശനം അങ്ങനെ റെഡി ആവാണ് കേട്ടോ. അപ്പോൾ മേക്കപ്പ് ചെയ്യാണ്. മേക്കപ്പ് വലുതായിട്ടില്ല. ഒരു മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും ഇട്ടു. പിന്നെ ലിപ്സ്റ്റിക്കും പിന്നെ പൊട്ടും വെച്ചു. അത്രയേ ഉള്ളൂ. സൺസ്ക്രീൻ ഇടേണ്ട കാര്യമില്ല. വൈകിട്ടാണ് പോകുന്നത്, വെയിലൊന്നുമില്ല. പക്ഷെ വേറെ മേക്കപ്പ് ഒന്നും അപ്ലൈ ചെയ്യാത്തതുകൊണ്ട് സൺസ്ക്രീന് ഞാൻ ഇട്ടായിരുന്നു. പിന്നെ പൊട്ടിത്തിരി വലുതായിപ്പോയി. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പൊട്ടൊന്നും അങ്ങനെ എടുത്തിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പൊട്ടാണ് ഞാനിപ്പോൾ വച്ചിട്ടുള്ളത്. എന്തോ അതെനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അങ്ങനെ ഞാനതെടുത്തു. പിന്നെ ഇപ്പോൾ ലിപ്സ്റ്റിക്ക് ഇട്ടത് എൻ്റെ ചേച്ചിയുടെയാണ്. അവൾക്ക് വേണ്ടാത്തതുകൊണ്ട് എനിക്ക് തന്നു. ന്യൂഡ് കളറാണ് കേട്ടോ. ഞാൻ നോർമലി അപ്ലൈ ചെയ്യുന്ന റിനയുടെ ലിപ്സ്റ്റിക്കാണ്. എന്തായാലും ഈ കളർ എനിക്ക് ഇഷ്ടമായി. എനിക്ക് മാച്ചിങ് ആവുന്നുണ്ട്, എൻ്റെ സ്കിന്നായിട്ട് മാച്ചിങ് ആവുന്നുണ്ട്. അപ്പോൾ എന്തായാലും 5 മണിക്ക് നട തുറക്കും. ആ സമയത്തൊക്കെ തിരക്ക് കുറവായിരിക്കും. അതാണ് ഞാൻ പിന്നെ പോയത്. ഞാൻ മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. ഹസ്ബൻഡാണ് കൊണ്ടാക്കിയത്. പക്ഷെ ഞാൻ മാത്രമേ അമ്പലത്തിൽ കയറുന്നുള്ളൂ. പുള്ളി മോർണിംഗ് പോയതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിയുടെ ചെരുപ്പ് പൊട്ടിപ്പോയി. അപ്പോൾ അത് മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പുറത്ത് നിന്നാൽ മതി, ഞാൻ വരാമെന്ന്. പിന്നെ അമ്പലക്കുളവും ആനയും ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് നേരം നിന്നു. പിന്നെ റോഡൊക്കെ നല്ലപോലെ അവർ കോൺക്രീറ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പഴയതുപോലെയൊന്നുമല്ല, നല്ല ചേഞ്ച് ഉണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പിന്നെ നാളെ തിരുവോണമല്ലേ, അപ്പം വയ്ക്കാനായിട്ട് പൂവ് മേടിക്കണമായിരുന്നു. പൂക്കടയിൽ പോയി പൂവും മേടിച്ചു. പിന്നെ മൈലാഞ്ചിയും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സും കൂടെ വാങ്ങാനായിട്ട് കയറി. ഓറഞ്ചും പേരക്കയും പിന്നെ പഴവും കൂടെ മേടിച്ചായിരുന്നു. ഇവിടെ നമ്മളെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഫ്രൂട്ട്സ് കട. അങ്ങനെ ഫ്രൂട്ട്സും കൂടെ മേടിച്ചിട്ട് നേരെ വീട്ടിൽ പോയി. പിന്നെ എൻ്റെ ഒരുക്കങ്ങൾ പരിപാടിയാണ്, അതായത് സെൽഫ് കെയർ. നാളെ തിരുവോണമായിട്ട് കയ്യിൽ പിന്നെ നെയിൽ പോളിഷൊക്കെ ഇട്ടു. പിന്നെ മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ടാക്കി കേട്ടോ. എനിക്ക് മൈലാഞ്ചി ഇടാൻ ഞാൻ അത്ര എക്സ്പെർട്ടൊന്നുമല്ല. എനിക്ക് പടം വരയ്ക്കാൻ പോലും അറിഞ്ഞുകൂടാ. ഞാൻ സ്വന്തമായിട്ടാണ് ഇടുന്നത്. അതായത് ഗൂഗിൾ ഇമേജ് നോക്കിയിട്ട് സിമ്പിൾ ഡിസൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇടുന്നത്. കുളമായി, പക്ഷേ എന്നാൽ പോലും എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്തു. തിരുവോണം അല്ലേ, അപ്പം അതിൻ്റെ ചെറിയ ആഘോഷം. 2 വർഷം ഓണം യു എയിലാണ് ആഘോഷിച്ചത്. യു എയിൽ ഓണം അത് വേറൊരു രീതിയിൽ, അതായത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഫുഡൊക്കെ ഓർഡർ ചെയ്താണ് കഴിക്കുന്നത്. അവിടെ സദ്യയൊക്കെ ഒരുക്കാൻ നിന്നാൽ അപ്പം തന്നെ ഗ്യാസ് തീരും. പിന്നെ അതൊക്കെ ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടാകും. പിന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യും. പിന്നെ സെറ്റ് സാരി ഇവിടെ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കും. പിന്നെ പൂവ് വെച്ചിട്ട് പിന്നെ മൈലാഞ്ചി ഇട്ട് റൂമിൽ തന്നെ കേട്ടോ. വേറെ അങ്ങനെ പുറത്തോട്ടൊന്നും പോയി ഉള്ള പരിപാടിയൊന്നുമില്ല. നാട്ടിലാകുമ്പോഴത്തേക്ക് അത് വേറൊരു ഫീലും വേറൊരു വൈബുമാണ്. അതായത് രാവിലെ എണീറ്റ് കുളിച്ച് ഒരുങ്ങി അമ്പലത്തിലൊക്കെ പോയി പിന്നെ ഫാമിലിയായിട്ട് ഒത്തുകൂടി സദ്യയൊക്കെ കഴിക്കുന്ന അതൊരു വേറൊരു വൈബാണ്. അപ്പോൾ അങ്ങനെ ഞാൻ മൈലാഞ്ചിയൊക്കെ ഫുൾ കയ്യിലിട്ടു. ഒരു കയ്യിലേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ കാലിലും കൂടെ ചെറിയൊരു ഡിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഗൈസ്, ഇതൊക്കെയാണ് എൻ്റെ ഉത്രാട ദിന വിശേഷങ്ങൾ.